നമസ്കാരം. ഒരിക്കലും പറന്നുയരില്ല എന്ന അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളും കരുതിയ ഒരു യുദ്ധവിമാനമുണ്ട്. അത് റഷ്യയുടെ സുഖോയ് 75 എന്ന 5ാം തലമുറ അത്യാധുനിക യുദ്ധവിമാനമാണ്. ആ യുദ്ധവിമാനത്തിൻ്റെ ആദ്യ പറക്കൽ ഈ വർഷം തന്നെ, അതായത് 2026 തന്നെ ഉണ്ടാകും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് റഷ്യ. സത്യത്തിൽ റഷ്യയും യുക്രൈനുമായിട്ടുള്ള ഒരു സംഘർഷം നടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ യുദ്ധവിമാനത്തിൻ്റെ ആദ്യ പറക്കൽ നടക്കും എന്ന് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് അത്യാധുനികമായ ഒരു യുദ്ധവിമാനമാണ്. അത്യാധുനികമായ റഡാർ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ആയുധ സംവിധാനങ്ങളെല്ലാം ഈ യുദ്ധവിമാനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുദ്ധവിമാനം ഒരു ഇലക്ട്രോണിക് വാർഫെയർ ക്യാപ്പബിലിറ്റിയുള്ള യുദ്ധവിമാനമാണ്. അതോടൊപ്പം ഈ യുദ്ധവിമാനത്തിൽ ആൻറ്റി റേഡിയേഷൻ മിസൈലുകളുണ്ട്. ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള സുഖോയ് 57, സുഖോയ് 57 യുദ്ധവിമാനങ്ങളെക്കാൾ കുറവാണ് ഈ യുദ്ധവിമാനത്തിൻ്റെ ഭാരം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല സുഖോയ് 57 യുദ്ധവിമാനങ്ങളെക്കാൾ സ്പീഡും റേഞ്ചും ഈ ഒരു യുദ്ധവിമാനത്തിനുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതായത് റഷ്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന അത്യാധുനികമായ 5ാം തലമുറ യുദ്ധവിമാനങ്ങളാണ് ഈ സുഖോയ് 75 ചെക്ക്മേറ്റ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം. ആ യുദ്ധവിമാനമാണ്, അതിൻ്റെ പറക്കലാണ് 2026 തന്നെ ഉണ്ടാകും എന്ന പ്രഖ്യാപനം. അതായത് 2021 ഇതൊരു എയർ ഷോയിൽ, അതായത് മാക്സ് എയർ ഷോയിൽ റഷ്യ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾ നീണ്ടു. ഈ വർഷങ്ങളിലെല്ലാം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ചില തടസ്സങ്ങളുണ്ടായി. പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഈ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ പദ്ധതിക്ക് നേരിടേണ്ടി വന്നു. മാത്രമല്ല റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഈ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൻ്റെ റഷ്യക്കെതിരായിട്ടുള്ള ഉപരോധം കടുപ്പിക്കുകയാണ് ചെയ്തത്. ഇത്രയധികം ഉപരോധങ്ങൾ ഉണ്ടായിട്ടും പൂർണ്ണമായും റഷ്യയിൽ ഈ വിമാനം നിർമ്മിക്കാൻ റഷ്യയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ പറക്കൽ നടക്കുമ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നിമിഷമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമെന്നത് ഈ സുഖോയ് 75 ചെക്ക്മേറ്റ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുമോ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് എക്കാലത്തെയും മികച്ച ഒരു രീതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധവും വ്യാപാര ബന്ധവും അത് വളരെ മികച്ച രീതിയിൽ കടന്നു പോകുന്നുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളുടെ, അമേരിക്കയുടെയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഒക്കെ ഉപരോധത്തെ നേരിടുന്ന റഷ്യയ്ക്ക് ആശ്വാസമായത് ഇന്ത്യയുമായിട്ടുള്ള സഹകരണമാണ്. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഒക്കെ അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ സമ്മർദ്ദത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നത്. ഈ ഉപരോധങ്ങൾ കാരണം റഷ്യയ്ക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ തുച്ഛമായ വിലയ്ക്ക്, അതായത് വിപണി വിലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏതാണ്ട് 40% ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. ഇത് ഉപരോധങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വലിയ സഹായമാണ് റഷ്യയ്ക്ക് ആയത് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ വ്യാപാര മേഖലയിൽ മറ്റു മേഖലകളിൽ കൂടി സഹകരിക്കാൻ താല്പര്യമുണ്ട് എന്ന് റഷ്യ അറിയിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. റഷ്യയും ഇന്ത്യയും തമ്മിൽ സൈനിക സഹകരണവും ആയുധ ഇടപാടുകളുമെല്ലാം പതിറ്റാണ്ടുകളായി നിലവിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം അല്ലെങ്കിൽ സഹകരണം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതെല്ലാം പരിഗണിച്ചാൽ ഇന്ത്യക്ക് റഷ്യ ഈ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ്. വളരെ വലിയ വേഗതയുണ്ട് ഈ യുദ്ധവിമാനങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ഭാരം കുറവാണ്, ചെലവ് കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചെലവ് കുറഞ്ഞ യുദ്ധവിമാനങ്ങൾ റഷ്യ നിർമ്മിക്കുന്നതിന് പിന്നിൽ കയറ്റുമതി എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. റഷ്യയ്ക്ക് ഇത് സ്വന്തമായി ഉപയോഗിക്കുകയല്ല, ഈ യുദ്ധവിമാനങ്ങളുടെ കയറ്റുമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അല്ലെങ്കിൽ കയറ്റുമതി റഷ്യ ലക്ഷ്യമിടുമ്പോൾ റഷ്യ പരിഗണിക്കുന്ന ആദ്യത്തെ രാജ്യം ഒരു പക്ഷേ ഇന്ത്യ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള 100-ലധികം റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഏതാണ്ട് ആ നടപടിക്രമങ്ങളിലേക്ക് രാജ്യം കടക്കുകയാണ്. മാത്രമല്ല MiG-20 യുദ്ധവിമാനങ്ങളുടെ എല്ലാം
സേവനം ഇപ്പോൾ ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ട്. തേജസ് കൊണ്ട് അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതോടുകൂടി അതിൻ്റെ ഒരു പരിധിവരെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. യുദ്ധവിമാനങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഇന്ത്യ എടുത്തിട്ടുള്ള തന്ത്രപരമായ ഒരു തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് സുഖോയ് 75 എന്ന് പറയുന്ന അത്യാധുനിക യുദ്ധവിമാനം വാങ്ങാനുള്ള സാധ്യത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലുമാണ്. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സുഖോയ് 75 എന്ന അത്യാധുനിക 5ാം തലമുറ, ഇന്ത്യക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിലവിലില്ല എന്നതും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ സുഖോയ് 75 എന്ന യുദ്ധവിമാനം ഇന്ത്യ സ്വന്തമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഈ രംഗത്തെ വിദഗ്ധരെ വലിയ രീതിയിൽ ആവേശഭരിതരാക്കുന്നത്. ഇന്ത്യയിലേക്ക് സുഖോയ് 75 എന്ന് വരും, ആ തീരുമാനം എന്നായിരിക്കും ഇന്ത്യയും റഷ്യയും സംയുക്തമായി എടുക്കുക എന്ന ഒരു ചർച്ചയിലേക്കും ഇപ്പോൾ ഈ മേഖലയിൽപ്പെട്ട വിദഗ്ധർ കടക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.